ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നമ്മുടെ ഈ മെയിൻ ആയിട്ട് വരുന്ന ഈ ഡാട്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്? ചിലവർ പറയും 1.5 എടുത്താൽ മതി എന്ന് പറയും, ചിലർ 1.25 എന്ന് പറയും. അപ്പൊ ഇത് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അളവെടുക്കുന്നതെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റ് അളവാണ്. ഇവിടെ എൻ്റെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത് 38 കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാൻഡിൻ്റെ അളവ്, അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ താഴെ വരുന്ന അളവാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഇവിടെ ബ്രസ്റ്റിൻ്റെ താഴെ വരുന്ന അളവെന്ന് പറയുന്നത് 32. അപ്പോൾ നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവിനെ നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവ് വെച്ചിട്ട് മൈനസ് ചെയ്യണം. അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 6 കിട്ടുന്നത്. അപ്പോൾ ഈ 6നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ എടുത്ത് 3 അങ്ങനെയല്ല മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമുക്കിവിടെ 1.5 കിട്ടും. അപ്പോൾ ഇതാണ് ഒരു സൈഡിലെ ഡാട്ടിൻ്റെ അളവ്. അതായത് നമ്മൾ ഡാട്ട് ഇങ്ങനെയല്ലേ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൈഡിൻ്റെ അളവാണ് ഈ പറഞ്ഞത് 1.5 എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ 3 ആവും. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ മാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങളുടെ ബ്രസ്റ്റിൻ്റെ അളവ് 34 ഇരിക്കട്ടെ, മൈനസ് ഇപ്പോൾ ഒരു 30 അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്നത് 4 വരുന്നത്. ഈ 4നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇത് മാർക്ക് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് വേണം നമ്മളിവിടെ എടുക്കാനായിട്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇനി ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ. ബൈ.